തൂമ്പങ്ങൾ ഡയറി ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഓർക്കുമായിരിക്കും എന്നെ ഈ കയറും പള്ളിയൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ലേ. നമ്മൾ പശുവിൻ്റെ കാര്യങ്ങളല്ലേ കാണുന്നത്, അപ്പം കയറും പള്ളിയൊക്കെ അതിനകത്ത് വേണ്ടിയതല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നമ്മൾ ഈ പശുക്കൾ സാധാരണഗതി പ്രസവിക്കുമ്പോഴേക്കും മിക്കവാറും പശുക്കളൊക്കെ പറ്റും നമ്മളിങ്ങനെ ആദ്യം കന്നിപ്പാൽ കറക്കുവാനോ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറ്റി ചെല്ലുമ്പോഴേക്കും പശുക്കളിങ്ങനെ ബഹളം വയ്ക്കും. ചില പശുക്കളൊക്കെ അതിന് ബഹളം വെച്ച് ഓടും. നമ്മളിങ്ങനെ പോയിരുന്ന് ഇങ്ങനെ കറക്കാൻ വേണ്ടി ചെന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെന്ന് കറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാല് പൊക്കി നമ്മൾക്ക് ഇങ്ങനെ തൊഴിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം നമ്മുടെ ദേഹത്തൊക്കെ വെച്ച് അത് കൊള്ളും. അപ്പം നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണഗതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയെങ്കിലും കൊണ്ട് ഇങ്ങനെ മൂക്കേറെ പിടിച്ച് പശുക്കളുടെ മൂക്കേറെ പിടിച്ച് വെച്ചൊക്കെ നമ്മൾ വേറെ ആളുടെ സഹായം തേടും. ഇങ്ങനെ പിടിച്ച് നിർത്തുകയൊക്കെ ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് കാലേ കൂടി ഒരു കയറിട്ട് വലിച്ചു മുറുക്കി എവിടെയെങ്കിലും കെട്ടി വയ്ക്കും. ഇതൊക്കെ ഭയങ്കര മണ്ടത്തരങ്ങളാണ് കാണിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ആ പശുവിൻ്റെ ജീവിതകാലം മൊത്തം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതിനിന്ന് ഞാൻ വളരെ ഒരു നല്ലൊരു കുറുക്ക് വഴിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ഒരു കുറുക്ക് വഴി പഠിപ്പിക്കാൻ പോവാണ്. ഇത്രയും വലുപ്പത്തിലുള്ള നിങ്ങൾ ഇങ്ങനത്തെ ഒരു കയറെടുക്കുക. ഇത്തിരി നീളം വേണ്ട കയറിന്, ഇത്ര നീളമുള്ള ഒരു ഏകദേശം ഇത്ര നീളമുള്ള ഒരു കയറെടുക്കുക, ഒരു ചെറിയ കയറെടുക്കുക. ഈ കയറെടുത്തതിന് ശേഷം നമുക്ക് ആ പ്രസവിച്ച് നിൽക്കുന്ന പശു ഇങ്ങനെ കാലെടുത്ത് നമ്മളെ ചവിട്ടുകയോ തൊഴിക്കുകയോ ചെയ്യുന്ന പശുവാണെങ്കിൽ ആ പശുവിനെ നമുക്ക് ഒരു 90% വരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളിങ്ങനെ മൂക്കുകയറെ കൂട്ടി ഇങ്ങനെ കയറിട്ട് കെട്ടിയതിന് ശേഷം ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ ചവിട്ടി ഇരുന്നു കൊണ്ട് ഇങ്ങനെ കറക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മൾ അത്രയും വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ട് തന്നെ പശുവിനെ കറന്നെടുത്ത് പശു നമ്മുടെ നിയന്ത്രണത്തിലാവും. നമുക്ക് പശുവിനെ കറന്ന് പാലെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നിങ്ങളിത് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് വളരെ ശ്രദ്ധിച്ച് കാണുക. ഒരു പശു ഇങ്ങനെ തന്നെ നിൽക്കുന്നു, ഫ്രീ ആയിട്ട് നിൽക്കുന്നു, പശു നിൽക്കുന്ന ഉൾപ്പെടെ കാണണം. ഈ പശു ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴേക്കും ഈ പശുവിൻ്റെ തല കൂട്ടി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ തന്നെ പിടിച്ച് വളച്ചിട്ട് പശുവിനെ ഇങ്ങനെ നിയന്ത്രിക്കുക. ഇങ്ങനെ തന്നെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ കൈയുടെ ഇടയ്ക്കോട്ട് ഇങ്ങനെ ഈ ചെറിയ കയറിട്ടിട്ട് ഇങ്ങനെ നമ്മൾ പശുവിനെ വലിച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കുക. ഇങ്ങനെ അങ്ങ് കെട്ടി നിർത്തുക. ഈ നിപ്പ് നിൽക്കുമ്പോൾ ഇത് അഴിഞ്ഞു പോകണ്ട. ഇത് ഇങ്ങനെ കെട്ടി ഇതുപോലെ തന്നെ നിൽക്കണം. ഇത് കൂടിയും പോകേണ്ട കുറച്ച് ഇതേ സ്റ്റൈലിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് പശുവിനെ പോയിരുന്ന് കറക്കുവോ അതിനെ എന്ത് വേണമെങ്കിൽ അവിടെ പോലും ചെയ്യാം. കറക്കുന്ന സമയത്ത് ഇത് പ്രസവിച്ച് നിൽക്കുന്ന പശുവല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ പോയിരുന്ന് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ പശുവിനെ പോയിരിങ്ങനെ ഫ്രീ ആയിട്ട് പോയിരിങ്ങനെ കറക്കാം. ഈ പശു ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി ആരാധിച്ചുകൊണ്ട് അയ്യോ ഞാനിവിടെ നിന്നോളാവേ എന്നുള്ള സ്റ്റൈലിൽ പശുക്കളിങ്ങനെ നിൽക്കും. നമുക്കിട്ട് ചവിട്ടും തൊഴിയും കിട്ടുകയില്ല. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് പശുവിനെ കറന്നെടുക്കാം. കുട്ടിയെ കുടിപ്പിക്കാനുണ്ടെങ്കിൽ കുട്ടിയെ കുടിപ്പിക്കുന്ന സമയത്ത് ചാടിപ്പോകുന്ന പശുവാണെങ്കിൽ നമുക്കിങ്ങനെ നിർത്താൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ കയറ് ഇങ്ങനെ ആരും കയറ് അഴിച്ചുവിടാൻ മറന്നു പോകരുത്, അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ കറവയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഈ കയറ് അഴിച്ചു വിട്ട് കഴിയുമ്പോഴേക്കും പശു ഫ്രീ ആയി. അയ്യോ എൻ്റെ അമ്മയെ സമാധാനമായി ഹാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നിന്നോളും. അപ്പം പശുക്കൊക്കെ മനസ്സിലാവും നമ്മുടെ അടുത്ത് ഒന്നിവാസം നടക്കത്തില്ല, നമ്മളതിനെ വളരെ നിയന്ത്രിച്ച് നിർത്തും എന്നുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ പിന്നീട് അവർ കയറ് കാണുമ്പോഴേ അവർ നിന്നോളും. ഇത് നമുക്കൊരു സ്ഥിരം ശീലമാകുകയൊന്നുമില്ല. അതുപോലെ തന്നെ കണ്ടമാൻ തൊഴിക്കുന്ന പശുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് കാലിൽ നിന്നും പോയി കെട്ടേണ്ട ആവശ്യമില്ല. ഇനി ടെക്നിക്കൽ സൈഡ് ചെയ്താലും നിർത്താം. അല്ലാണ്ട് ഉടനെ തന്നെ ഓടിപ്പിടിച്ച് ആ പശു തൊഴിക്കുന്ന പശുവാ, ചവിട്ടുന്ന പശുവാ, ചാടുന്ന പശുവാ എന്നൊക്കെയുള്ള കുറേ പരാതികൾ പറഞ്ഞുകൊണ്ട് അറപ്പുകാരനെ വിളിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തല വെച്ച് വെട്ടുകയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ചെയ്യേണ്ട. ഇങ്ങനെയുള്ള ചില പൊടിക്കൈകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റും ഇന്ന് ഞാൻ കാണിച്ച ഈ പൊടിക്കൈ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ദിവസം ഞാൻ നിങ്ങളെ നല്ല പുതിയ വീഡിയോസുകൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും അടുത്ത ചാനലുകളിൽ കൂടെ. നിങ്ങൾക്ക് ഈ ചാനൽ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. 3 മിനിറ്റ് കണ്ടതിന് ശേഷം തന്നെ വേണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങളൊരു സബ്സ്ക്രൈബർ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് അയയ്ക്കുക. നിങ്ങൾ ബെല്ലൈക്കൺ എന്ന ഓപ്ഷനെ പിടിച്ച് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള നിങ്ങൾ സബ്സ്ക്രൈബർ ആയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള വീഡിയോസും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണുന്നിടം വരേക്കും ടാറ്റ, ബൈ ബൈ.